പിന്നെ അല്ല നോക്കിയേ, കണ്ടോ കണ്ടോ, അടിപൊളിയാണ്. ട്രൈ ചെയ്യാം, സൂപ്പറായിട്ട്. നമ്മളെല്ലാരും കൂടെ ഒന്ന് വൈകിട്ട് പുറത്തോട്ട് ഇറങ്ങാണ് കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആണ്. ചേച്ചി ലക്ഷ്മി എല്ലാം ഉണ്ട്. ലക്ഷ്മിയെ വീട്ടിലിറക്കി വിട്ടിട്ട് പപ്പ ഉണ്ട്. സെറ്റ് അല്ലേ? പിന്നെ നമ്മളെന്നോട്ട് പോവാ. നമ്മള് ചുമ്മാ ഇതിനകത്തൊക്കെ നല്ല അടിപൊളി സ്ഥലമുണ്ട് ഇതിനകത്തെ ക്യാമ്പസിനകത്ത് അല്ലേ ചേച്ചി? നമ്മള് നല്ല ഡ്രൈവ് കേട്ടോ, നല്ലതാണ് വണ്ടി. ഇവരുടെ പുതിയ വണ്ടിയാണ്. ലക്ഷ്മി ടിക്കറ്റ്. ഹായ് ലക്ഷ്മി. നമ്മള് നേരെയാണോ? ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആണ്. പിന്നെ ഈ ഗസ്റ്റ് ഹൗസില് ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോ ഇവിടെ ഈ റൂമിലാണ് താമസിക്കുന്നത്. ഓ ശരി. ഇവിടെ താമസിക്കും. അവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ നമ്മൾ ഇന്ന് വൈകിട്ട് ഇവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക. ഇവിടെ നോക്കിയാൽ നമുക്ക് എറയുടെ വില്ലേജ് ആണ്, ലക്ഷ്മിയുടെ വില്ലേജ്. സീ സൈഡിലാണ്. ആ വില്ലേജ് ആണ്. ആ ഭാഗത്തായിട്ട് ലക്ഷ്മിയൊക്കെ താമസിക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല വ്യൂ പോയിന്റ്. അവിടെ കൂടെ നമുക്ക് ഇനി നാളെ രാവിലെ ഒരു ഡ്രൈവിന് പോവാം അല്ലേ? ചുമ്മാതെ അവിടെ വില്ലേജിലുണ്ട് അല്ലേ? ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് കണ്ട. ഇപ്പം നമ്മള് ഇവിടത്തെ അല്ലേ? നല്ല വ്യൂ പോയിന്റ്, നല്ല രസമുണ്ട് കേട്ടോ. വെരി ഗുഡ്. അതുണ്ട ബുദ്ധൻ ശരണം ഗച്ഛാമി ശരണം സലാലയുടെ ഒരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. ഈ കവിക്ക് വരുന്നുണ്ട്. പിന്നെ അല്ല, പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ വ്യൂ ഒന്നും കാണാതെ ഇവിടെ മഴ വന്നു കഴിയുമ്പോ ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ലതാണ്. അതെ അതെ അതെ, കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ നല്ല തോട്ടങ്ങളും ഒക്കെയാണ്. അവിടെ നമ്മൾ വന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ ക്ലബ് ഉണ്ട്. നാളെ നമ്മൾ അവിടെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഞാൻ ഇരുട്ടാകുന്നതിന് മുമ്പ് ചേച്ചി ഞാനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചാണല്ല. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? സൂപ്പർ സൂപ്പർ. നല്ലതായിട്ട് ഇപ്പൊ ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് മെയിൻ്റനൻസിന്റെ എല്ലാം ഇൻചാർജാണ് ഈ രണ്ടുപേര് കേട്ടോ. നോക്കിയാൽ മെസ്സിന്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പ്രദേശം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റും ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഞാനിച്ചു സൂം ചെയ്ത് കാണിക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു ബുദ്ധന്റെ പ്രതിമ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയേ, കണ്ടോ അടിപൊളിയാണ്. നോക്കിയേ അല്ലേ? അന്തർവാഹിനിയാണ് ഈ കിടക്കുന്നത്. സമുദ്രത്തിനകത്ത് അന്തർവാഹിനി കിടക്കുന്ന കൂട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ തിയേറ്റർ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അപ്പുറത്തും ഒക്കെ അതിൻ്റെ ഓരോരോ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ വരുന്ന സ്ഥലം ദൂരെ കാണാം. ഇങ്ങനെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇങ്ങനെ അവരങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുക അങ്ങോട്ട്. കണ്ടോ? അടിപൊളിയാണ്, കൊള്ളാം. കണ്ട ഓരോരുത്തരുടെ ഇത് പരിപാടി കണ്ടോ? നോക്കിയേ, കണ്ടോ? അടിപൊളി. എന്തോ കിച്ചടി തെറ്റി. നല്ല രസമുണ്ടല്ലേ? ചെറിയ 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 പൂക്കളല്ലേ? അതെ 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 അതെ. നമ്മൾ ഈ ഡോൾഫിൻ ഹില്ലിലെ ഒരു വ്യൂ പോയിന്റിൽ വന്നതാണ് കേട്ടോ. വ്യൂ പോയിന്റ് 2. അതുകൊണ്ട് ഇവിടെ ഒരു സബ്മറൈൻ്റെ ചെറിയ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. അത് കണ്ട. ഞങ്ങളുടെ അവിടെ നമ്മുടെ നല്ല രസമാണ് ഇവിടെ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഫാമിലീസൊക്കെ വന്ന് നടക്കുന്നുണ്ട്. വേണ്ട, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അത് നല്ലൊരു ഹിൽ റിസോർട്ട് തന്നെയാണ് അല്ലേ ചേച്ചി? അടിപൊളി. ലാൻഡ്സ്കേപ്പിംഗ് എടുത്തു പറയണം. നമ്മൾ ഗൾഫിലൊക്കെ കാണുന്നതിനേക്കാട്ടിലും ഒക്കെ നല്ലതായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പിന്നെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പം ഐ ലവ് നേവി, ഇന്ത്യൻ നേവിയെ സ്നേഹിക്കുന്നു.
അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ വൈകിട്ട് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ക്ലബ്ബിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഫോർമൽ ഡ്രസ്സ് വേണം ഇവിടെ ഇടാനായിട്ട്. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ വരുമ്പം ആണുങ്ങളെപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കണം ഇവിടെ ഉണ്ടാകും. ഒരു ബുദ്ധ ഭഗവാൻ ഇവിടെയുണ്ട്. അതെ, ഇവരെ ഈ ബുദ്ധനെ ഒരുപാട് ഇതാക്കുന്നത് ഏ നമ്മുടെ ഡൈനിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രാജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം ഓണാണ്. നമുക്കിത് കപ്പലണ്ടി, പുഴുങ്ങിയ കപ്പലണ്ടിയുടെ ഒരു ഡിഷ് അടിപൊളിയാണ് കേട്ടോ. ആയിട്ട് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ 65. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ വറുത്ത കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ ആക്കുന്നെങ്കിലും ഇത് പുഴുങ്ങിയ കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് ചിക്കൻ 65 കേട്ടോ, ഡ്രൈ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ഇച്ചിരി കപ്പലണ്ടി ഉണ്ടില്ല, പുഴുങ്ങിയ കപ്പലണ്ടി ഇങ്ങനെ ഇട്ടിട്ട് വേണ്ട ഇത് കേട്ടോ. ഇതൊരു ഐറ്റം നോക്കണം, ട്രൈ ചെയ്യാൻ വളരെ സൂപ്പറായിട്ട്. നമ്മുടെ സ്വീറ്റ് ഡിഷ് കണ്ടോ, അടിപൊളി കേട്ടോ.